ഹജ്ജിനും ഉംറയ്ക്കും പോകുന്നവർ കർശനമായി പാലിക്കേണ്ട ഒരു നിയമം സൗദി ഗവൺമെൻറ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. മറ്റൊന്നുമല്ല, മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് മക്ക മദീന ഹറമുകളിൽ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിനും ഫോട്ടോ എടുക്കുന്നതിനും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് അറിഞ്ഞത്. എല്ലാവരും അത് കർശനമായി പാലിക്കണം. ഇനി അത് അറിയാതെ പോലും നമ്മൾ അതൊന്നും ചെയ്യരുത്. ഒരുപക്ഷെ നമ്മൾ കുടുങ്ങാൻ സാധ്യതയുണ്ട്. കർശന നിയമമാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതുകൊണ്ട് എല്ലാവരും അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ. പിന്നെ ഭക്ഷണ കാര്യത്തിൽ എല്ലാവർക്കും വലിയ ആശങ്കയുണ്ട്. ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാൻ പാടില്ല എന്ന് കേട്ടത് മുതൽ പലർക്കും വളരെ ആദിയും ബേജാറുമുണ്ട്. പക്ഷേ ആരും ഒന്നുകൊണ്ടും പേടിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. നമ്മുടെ KMCCക്കാർ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. ഒന്നുകൊണ്ടും പേടിക്കേണ്ട. KMCC കൂടാതെ മറ്റ് സംഘടനകളുണ്ട്, അവരും നമ്മളോടൊപ്പം ഉണ്ടാവും. വഴിയിലുടനീളം നമ്മളെ കാത്ത് സുമനസ്സുകൾ വെള്ളവും ജ്യൂസും ഭക്ഷണ സാധനങ്ങളുമൊക്കെയായി നമ്മളെ കാത്തു നിൽക്കുന്നുണ്ടാവും. എല്ലാവരും അതൊക്കെ വാങ്ങി കഴിക്കണം. അവർക്കും നമുക്കും ഒരുപോലെ അതിൻ്റെ പുണ്യം കിട്ടണമെങ്കിൽ നമ്മളത് വാങ്ങി കഴിച്ചാൽ മാത്രമേ അത് കിട്ടുകയുള്ളൂ. ഒരിക്കലും മടി വിചാരിക്കരുത്. ഇഷ്ടമില്ലാത്ത ഭക്ഷണമാണെങ്കിൽ അത് വാങ്ങി ആരും വേസ്റ്റാക്കി കളയരുത്. അറഫയിലും മിനായിലും ഉള്ളപ്പോൾ യാതൊരു ക്ഷാമവുമില്ലാതെ ഇഷ്ടംപോലെ ഭക്ഷണം സൗദി ഗവൺമെൻറ്റിൻ്റെ വകയായി നമ്മുടെ മുമ്പിൽ എത്തുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ മിനായിലേക്ക് പോകുമ്പോൾ ഇതുപോലൊരു തൂക്കുപാത്രവും ഒരു കുഞ്ഞു കയ്യിൽ വെക്കുന്നത് നല്ലതാണ്. അതെന്തിനാന്ന് വെച്ചാൽ അവിടെ KMCCക്കാരെ പോലുള്ളവർ കഞ്ഞി സപ്ലൈ ചെയ്യുന്നുണ്ടാവും. അത് നമുക്ക് വാങ്ങി കഴിക്കാവുന്നതാണ്. ഒരു പക്ഷേ അവിടുത്തെ ഭക്ഷണം ഇഷ്ടമില്ലാത്തവർക്ക് അതൊരു നല്ല അനുഗ്രഹമായിരിക്കും. ഇതൊന്ന് കണ്ടു നോക്കൂ. പിന്നെ വൈകിട്ടേ നമ്മളിപ്പോൾ കാണുന്നത് മിനായിലാണ്. കഞ്ഞി KMCC സപ്ലൈ ചെയ്യുന്നതും വാങ്ങി കഴിക്കുന്നതുമാണിത്. ആരും ഒന്നും ബേജാറാവണ്ട. നമുക്ക് അതിനുള്ള മാർഗ്ഗങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ടാവും. എല്ലാവരും ഇബാദത്തിൽ മുഴുകുക. നമ്മുടെ ഇബാദത്തുകളും നമ്മുടെ കർമ്മങ്ങളും അള്ളാഹു സ്വീകരിക്കട്ടെ. അതിനുള്ള ആയുസ്സും ആരോഗ്യവും അള്ളാഹു നമുക്ക് തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നല്ല ഒരു ഹജ്ജും ഉംറയും നേർന്നുകൊണ്ട് അസ്സലാമു അലൈക്കും.